തപൻ സ്വപ്നം കാണാൻ തുടങ്ങി. ജീവിതം സിനിമ പോലെ ആയിത്തീരുന്നു. ഇന്ന് 500, നാളെ 5000. എല്ലാം സാധ്യമാവും. ഭവാനി ബാബു ഒരു മഹാപുരുഷനാണെന്ന് മനസ്സിൽ കരുതി. 10 രൂപയ്ക്ക് മധുര പലഹാരവും 15 രൂപയ്ക്ക് മത്സ്യവും വാങ്ങി വീട്ടിലേക്ക് ചെന്നു. അമ്മയുടെ ആശ്ചര്യം പറയാനാവില്ല. അമ്മയോട് തപൻ പറഞ്ഞു, രേവയെ ജോലി വിടുവിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരൂ. സുഗുവിനെയും ബുക്കുവിനെയും വിളിക്കൂ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ദാ പണം പിടിച്ചോളൂ. ഇനിയും മാസം തോറും കിട്ടും. രേവ ഇനി വീട്ടിൽ തന്നെ നിൽക്കട്ടെ. അവൾ വലുതായി. നിനക്ക് ജോലി കിട്ടിയോ? ജോലി ചെയ്യണം. പണം കിട്ടും. അമ്മയ്ക്ക് കൊണ്ടുതരും. ഞാൻ ഒന്നിനും കൊള്ളരുതാതെ നശിച്ചു എന്നല്ലേ അമ്മ വിചാരിച്ചത്? നിനക്കെല്ലാം അറിയാമല്ലോ. പല ചീത്തയും പറഞ്ഞു. അത് പല കാരണം കൊണ്ടും ദുഃഖം കൊണ്ടുമാണ്. ഇനി ഒരു ചിന്തയും വേണ്ട, ഒരു വിഷമവും വേണ്ട. മത്സ്യം എങ്ങനെയുണ്ട് അമ്മേ? നല്ലതല്ലേ? ഇത്തരം മത്സ്യം നല്ലതാവില്ലേ പിന്നെ? ജോലിയെടുക്കും, എന്നും മത്സ്യം തിന്നാം. അന്ന് തപൻ്റെ സുഖസ്വപ്നങ്ങൾ വെറും സാധാരണമായിരുന്നു. എന്നും എല്ലാവരും മത്സ്യം കൂട്ടി ഉണ്ണണം. അനുജന്മാർ സുഖവും ബുക്കുവും എന്തെങ്കിലും ജോലി പഠിക്കണം. രേവയെ സ്കൂളിൽ അയക്കണം. ഇത്രയും സാധിച്ചാൽ തന്നെ ധാരാളമായി. അച്ഛൻ പുറത്തേക്ക് കടന്നു വന്നു. നിന്റെ അച്ഛനും കുറച്ചുതാ, അമ്മ ഉടനെ പറഞ്ഞു. കള്ള് മോന്താനല്ലേ? മിണ്ടാതിരിക്കടി തള്ളേ. തപൻ്റെ മനസ്സിൽ അപ്പോഴും മറ്റെന്തൊക്കെയോ ഭ്രമങ്ങളാണ്. ക്രുദ്ധനായി ആക്രോശിച്ചു. അന്ന് പൂജാപന്തലിൽ 3 തല തല്ലിപ്പൊളിച്ചു. 4 എണ്ണവും ചെയ്യാൻ കഴിയുമായിരുന്നു. മര്യാദകേട് കാട്ടിക്കൂടല്ലോ. മര്യാദക്ക് സൂക്ഷിച്ചു നടന്നോളൂ. നീ നിന്റെ അച്ഛനെ കൊല്ലുമെന്നോ? അത്തരം അച്ഛനാണെങ്കിൽ അങ്ങനെയും വേണ്ടിവരും. അച്ഛൻ അന്ന് കുറേ ലഹള കൂടി. പക്ഷേ ഭവാനി ബാബുവിൻ്റെ വണ്ടിയിലാണ് തപൻ പോകുന്നതെന്നറിഞ്ഞതോടെ അച്ഛനും ഒന്നും പറയാതായി. 3 മാസത്തിനകം ഭവാനി ബാബു പറഞ്ഞതനുസരിച്ച് സ്റ്റേഷൻ്റെ അടുത്തുള്ള അങ്ങാടിയിലെ പഴയ വിൽപ്പനക്കാരെയെല്ലാം അവരുടെ സ്റ്റോളുകളിൽ നിന്ന് ഓടിച്ചു. പുതിയവരെ കൊണ്ടുവന്നു. ധാരാളം പണമിറക്കി ഇക്കാര്യം എളുപ്പം സാധിക്കുകയും ചെയ്തു. ഹാക്കർ യൂണിയന്റെ സെക്രട്ടറിയെ അടിച്ച് പരിക്കേൽപ്പിച്ച് ആസ്പത്രിയിലെത്തിച്ചു. ഇതെല്ലാം എല്ലാവരും കാണെ തന്നെയാണ് ഉണ്ടായത്. റെയിൽവേ ആസ്പത്രി തോട്ടികളുടെ കോളനിയിൽ വാറ്റുചാരായ ഷാപ്പ് തുറന്നപ്പോൾ ഭരത് ബാസ്ഫോർ ഇത് നടക്കില്ല, ഇത് പാടില്ല എന്ന് വിളിച്ചു കൂവി ഒരു പ്രക്ഷോഭണം ആരംഭിച്ചു. ഭവാനി ബാബു പറഞ്ഞു, ഇതൊക്കെ പഴയ പാട്ടാണ്. യൂണിയൻ ഞങ്ങളുടേതാണ്. റെയിൽവേയിലേക്ക് പണിക്കാരെ കൊടുക്കുന്നത് ഞങ്ങളാണ്. അതിൻ്റെ പേരിലും അവർ കുറച്ചൊന്നുമല്ല ലഹള കൂട്ടുന്നത്. ഞങ്ങളുടെ കോട്ടയിൽ നിങ്ങളുടെ കൂട്ടർ കടന്നുകൂടുന്നു. അവരോ ജോലിയൊന്നും ശരിക്ക് ചെയ്യുന്നില്ല. വൃത്തിയാക്കുന്ന പണി അവർക്ക് വയ്യ, ഞങ്ങൾ ചെയ്യണം. അവർ ശമ്പളം മേടിക്കാൻ മാത്രം. തപൻ പതുക്കെ ചിരിച്ചു പറഞ്ഞു, ഞങ്ങളും ഒരു കാലത്ത് അവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടില്ല. മദ്യവും വാറ്റുചാരായവും അവർ കഴിക്കുന്നു. മദ്യഷാപ്പിൻ്റെ പേരിൽ ഭരതൻ എന്താണാവോ ഇത്ര വിരോധം? മദ്യം വിറ്റ് ഏതെങ്കിലും പിള്ളേർ സ്വന്തം കാലിൽ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ. ഇവർ അവരുടെ പെൺകുട്ടിയുടെ മാനവും കെടുത്തുന്നുണ്ട്. നുണ, വെറും നുണയാണിതെല്ലാം. ഈ ഭരതൻ വലിയ നേതാവായിരിക്കെയാണ് അവനൊരു ചെറു സൈന്യവും തയ്യാറാക്കുന്നുണ്ട്. എന്തു ചെയ്യണമെന്നാണ് പറയുന്നത്? അവനെ തട്ടുക തന്നെ. ഭരതനെയോ? ഞങ്ങൾ ഒന്നിച്ച് അവൻ്റെ മുറ്റത്ത് പന്ത് കളിച്ചിട്ടുണ്ട്. അതിനെന്താ? പെട്ടെന്ന് അവനെ... ഈ ഭരതൻ ഒരാപത്താണ്. അവൻ്റെ തലയ്ക്ക് ചൂടുകൂടും, ലഹള കൂട്ടും. നല്ല ധൈര്യമുള്ളവനാണ്. വേണ്ടി വന്നാൽ കൈ ഉയർത്തുകയും ചെയ്യും. അതെനിക്കറിയാം. ഇന്നു തൊട്ടേ ഞാൻ അവനെ അറിയുന്നതാണ്. ഭരതൻ അടിപിടിക്കാരനാണെന്നറിയാം. പക്ഷേ ആരെയും അവൻ കൊല്ലാറില്ല, തപൻ്റെ മനസ്സ് പറഞ്ഞു. എന്നിട്ടും ഭരതനെ തപൻ തന്നെ കൊന്നു. അക്കാര്യം ഗൂഢതന്ത്രങ്ങളിൽ കൂടി സംഭവിച്ചു. തപൻ അവനെ കൊല്ലാൻ ഉദ്ദേശിച്ച് ഭരതൻ്റെ സഹോദരിയോട് ഭരതനോട് സൂക്ഷിച്ചിരിക്കാൻ പറയണം എന്നറിയിക്കാനല്ല അന്ന് അവിടെ പോയതെന്ന് ഈശ്വരനറിയാം. ഭരതൻ്റെ അനുജത്തി ചമേലിക്ക് 22 വയസ്സ് പ്രായം. 2 കുട്ടികളുടെ അമ്മ, ആസ്പത്രിയിലെ തോട്ടിപ്പണിക്കാരി. ഭരതൻ അവളുടെ വീട്ടിലാണ് താമസം. റിക്ഷ ഓടിക്കുന്നു. എക്സ്ചേഞ്ചിൽ പേര് കൊടുത്തിട്ടുണ്ട്. ഇത്തവണ വേണമെങ്കിൽ ജോലി കിട്ടിയെന്നു വരാം.
8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രത്യേക കൈപ്പണി പഠിക്കണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു. ജോലിയൊന്നും കിട്ടാതെ സ്വയം രക്ഷയ്ക്കുള്ള മാർഗം കാണാതെ ഭരതന്റെ തലയിൽ കോപവും വെറുപ്പും നിറയാൻ തുടങ്ങി. എവിടെയും അനാചാരം മാത്രം കാണാൻ കഴിയുന്നു. ചമേലിയോട് പറയും, ഇനി 5 മാറും കൊണ്ടുള്ള കളിയില്ല, ഇനി മുച്ചീട്ട് കളി മാത്രം. ഇത് ശരിയല്ല, അത് ശരിയല്ല, ധർമ്മത്തിനെതിരാണ് എന്നൊന്നും നീ പറഞ്ഞേക്കരുത്. ആരാണ് എന്നോട് അത്രയ്ക്ക് ധർമാനുസരണം പെരുമാറിയിട്ടുള്ളത്? അപ്പോൾ ഞാൻ എന്തിനത്രയ്ക്ക് നീതിക്കനുസരിച്ച് നടക്കണം? നീ ഒരു കല്യാണം കഴിക്ക്. ഈ ചേരിയിലോ ശരിക്കൊരു കക്കൂസില്ല, ലഹരി സാധനങ്ങൾ മാത്രം. ശരിക്ക് ജീവിക്കാനൊരു മാർഗമില്ല. അതിലേക്ക് ഇനി ഭാര്യയും കുട്ടിയും. ഭരതൻ ദളിതവർഗത്തിൽപ്പെട്ട ഒരു ദളിതനായി തന്നെ കഴിയാനും ആഗ്രഹിച്ചു. പക്ഷേ ഒരു പച്ചപ്പാവത്തെ പോലെ മര്യാദക്കാരനായി കോളനികളിൽ ചീഞ്ഞളിഞ്ഞു കഴിയാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. സംവരണ കോട്ടയെല്ലാം എവിടെ പോയി? നൈഹാട്ടി എക്സ്ചേഞ്ച് മറുപടി പറയട്ടെ എന്ന് അലറി എക്സ്ചേഞ്ചിനു ചുറ്റും ഏറെ ബഹളമുണ്ടാക്കി. അവൻ ദളിതവർഗങ്ങളെ ഒരു ഐക്യബന്ധത്തിലൊതുക്കാനും ഒരുമിപ്പിക്കാനും ശ്രമിച്ചു. തപനെ കണ്ടാലും തിരിച്ചറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് തപൻ ചമേലിയുടെ വീട്ടിലേക്ക് ചെന്നത്. അവളോട് പറഞ്ഞു, ചമേലി, നീ ഭരതനോട് സൂക്ഷിച്ച് നടക്കാൻ പറയണം. അവൻ്റെ ബോസ് നല്ലപോലെ കണ്ണുവച്ചിട്ടുണ്ട്. രാത്രി ഒറ്റയ്ക്ക് അലഞ്ഞു നടക്കേണ്ട എന്ന് പറയ്. എന്നോടവൻ സംസാരിക്കില്ല. മനസ്സിൽ ഒന്നിനു പുറകെ ദുഃഖം തന്നെ. അതുകൊണ്ടുള്ള വേദനയാണ് ഏതു നേരവും. ഒരു ജോലിയും ഇതുവരെ കിട്ടിയില്ല. റെയിൽവേ യൂണിയൻ ഇതൊന്നും എടുത്തു പറയാത്തതെന്താ? ഭവാനി ബാബുവിൻ്റെ യൂണിയനല്ലേ? അതെ, അതും ശരിയാണ്. ഞാൻ നോക്കാം. ജഗദ്ദലിൽ ഒരു ചെരുപ്പുകടയിൽ ജോലി കിട്ടിയാൽ ഒന്ന് നോക്കണേ. നീ പറയണം കേട്ടോ. ഞാൻ സന്മനസ്സോടെ കാര്യം വന്ന് പറഞ്ഞു. അവൻ എവിടേക്കെങ്കിലും ഒന്ന് കടന്നു പോയെങ്കിൽ. ചമേലി സഹോദരനോട് എല്ലാം വേണ്ട പോലെ തന്നെ പറഞ്ഞു. അവരുടെ അച്ഛൻ ധാനുബാഷ് ഫോർ അംബേദ്കർ മിഷനിലായിരുന്നു. അയാൾ ഒരു പ്രത്യേക മനുഷ്യനായിരുന്നു. മക്കളെ സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചു. സ്വയം ഒരുവിധ ചീത്ത സ്വഭാവവുമില്ലാത്ത ആൾ. കല്യാണത്തിനും മറ്റും മദ്യത്തിൻ്റെ ചെലവ് വേണ്ടെന്ന് വെക്കണം എന്നൊക്കെ ബഹളമുണ്ടാക്കി ഒരിക്കൽ. നല്ല പട്ടമുണ്ടാക്കാൻ അറിയാമായിരുന്നു. ധാനു ഉണ്ടാക്കിയ പട്ടമാണ് വിശ്വകർമ്മ പൂജാനാൾ തപനും മറ്റും പറപ്പിക്കുക പതിവ്. ഭരതൻ ഭവാനി ബാബുവിൻ്റെ അടുത്ത് എത്രമാത്രം ആപൽക്കാരിയായി തീർന്നിരിക്കുന്നു എന്നൊന്നും തപൻ അറിയില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്. ദളിതരുടെ കുടിലുകൾ റെയിൽവേ വക നിലത്താണെങ്കിലും റെയിൽ കമ്പനിയോ പൗരസഭയോ അവരുടെ ഉന്നമനത്തിനായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തുറന്ന സ്ഥലത്തെ കക്കൂസ്, കൂട്ടം കൂട്ടമായി കുടിലുകൾ, പന്നികളുടെ ജീവിതം തന്നെ. ദളിതരുടെ ഈ കുടിലുകൾക്ക് നടുവിൽ മസ്താന്മാർ അവിടവിടെ കള്ളുവാറ്റു തുടങ്ങിയിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. ചാരായ ഷാപ്പ്, പണം വച്ച് കളി, പെൺവാണിഭം എല്ലാമുണ്ട്. ഭരതൻ സ്റ്റേഷനിൽ പലതവണ ചെന്നു പരാതി പറയാൻ. നേതാക്കളുടെ അടുത്തുപോയി. അതുകൊണ്ടൊന്നും ഒരു ഗുണവുമുണ്ടായില്ല. ചമ്പകൻ എന്താ ഭരതനെ സഹായിക്കുന്നുണ്ടോ? ഭരതനോട് സൂക്ഷിച്ചു നടക്കാൻ പറയണമെന്ന് തപൻ ചമേലിയോട് പറഞ്ഞു. ഇതറിഞ്ഞാൽ ഭവാനി ബാബു തപനെ സംശയിക്കും. പക്ഷേ ഇപ്പോൾ ദീനു ബാബുവിനെ തട്ടി നീക്കാനും ടൗണിൻ്റെ ഭാരം തപൻ്റെ കയ്യിലേൽപ്പിക്കാനുമാണ് വിചാരം. ഭവാനി ബാബുവിൻ്റെ കൺട്രോളിൽ തന്നെയാവും എല്ലാം. ഇപ്പോഴേ ഭവാനി ബാബു തപനെ തള്ളിക്കളയില്ല. ഒരു അവസരം കൊടുക്കും. തപൻ എന്ന് ദീനുവിനെ പോലെ സൂപ്പർ ആനിവേഷനിലെത്തുമോ അന്ന് തപന് ഒഴിഞ്ഞു പോകേണ്ടി വരും. തള്ളി നീക്കുക എന്ന് വച്ചാൽ എന്നേക്കുമായി മാച്ചു കളയുക. സ്ഥാനത്തുനിന്നു നീക്കിയാൽ പിന്നെ ആർക്കാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്? തപന് ഇപ്പണി ചെയ്യുക തന്നെ വേണം. ഭരത, നിനക്ക് ഞാനൊരു ചാൻസ് തരുകയാണ്. പിന്നീട് ആവശ്യം വരികയാണെങ്കിൽ നീ കരുതി നടന്നോ. എൻ്റെ രക്തം നൃത്തം വയ്ക്കാൻ തുടങ്ങിയാൽ എൻ്റെ കത്തിയും നൃത്തം വയ്ക്കുന്നു. ഞാൻ കത്തി കൈകൊണ്ടെടുക്കുകയല്ല, കത്തി താനേ എൻ്റെ കയ്യിലേക്ക് വരികയാണ്. പിന്നെ അതെന്നെ കൺട്രോൾ ചെയ്യുകയായി. ഭവാനി ബാബു എൻ്റെയും ദീനു ബാബുവിൻ്റെയും കൺട്രോൾ. ഒരിക്കൽ എന്നെ മുന്നിൽ നിർത്തി ഭവാനി ബാബു ടൗണിൻ്റെ കൺട്രോളറാവും. ഇനി അങ്ങോട്ട് ഈ നഗരത്തിൻ്റെ ചരിത്രം ഇതേപോലെ തന്നെയാവും. ഒരു കാലത്ത് ഈ നഗരത്തിൽ വലിയ വലിയ ലേബർ യൂണിയനുകൾ ഉണ്ടായിരുന്നു. ധാരാളം പ്രക്ഷോഭങ്ങളും വേണ്ടത്ര ജാഥകളും പതിവുണ്ട്. അന്ന് ജീവിതത്തിന് ഒരു ഒഴുക്കുണ്ടായിരുന്നു.
തൊഴിലാളി നേതാക്കന്മാർ എല്ലാവരെയും കോമ്രേഡ് എന്നാണ് വിളിക്കാറ്. അന്ന് ആർക്കാണോ പോലീസ് സ്റ്റേഷനുമായി അടുത്ത ബന്ധമുള്ളത് അവരെ ഭയന്ന് ആളുകൾ തല മറച്ചു പിടിച്ചു പോകും. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ അമ്മാവൻ്റെ വീടല്ലേ. പോലീസിനോട് അടുപ്പം നിന്ദനീയമല്ല, അത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. എന്തെങ്കിലും കൊടുക്കും. അമ്മ നല്ല ചൂടുള്ള ചപ്പാത്തിയും ചായയും കൊണ്ടുകൊടുത്ത ശേഷം പറഞ്ഞു, ഭവാനി ബാബു നിന്നെ വിളിച്ചിരിക്കുന്നു. ഭവാനി ബാബു ചോദിച്ചു. ചമേലിയുടെ വീട്ടിൽ പോയതെന്തിനാ? ഭരതനെ അന്വേഷിച്ച്. ചമേലിയുടെ വീട്ടിൽ പോയതെന്തിനാ? ഭരതനെ അന്വേഷിച്ച്. എനിക്കറിയുന്നിടത്തോളം ഭരതൻ മഹാദുഷ്ടനായി തീർന്നിരിക്കുന്നു എന്നാണ്. ചമ്പകന്റെ കൂട്ടുണ്ടായിരുന്നു അവന്. ഭരതനോ? എനിക്ക് വിശ്വാസമില്ല. എൻ്റെ വാക്ക് വിശ്വാസമില്ല? ആരാണ് താങ്കൾക്ക് ഈ വക വിവരങ്ങൾ കൊണ്ടുതരുന്നത്? എനിക്ക് എല്ലാ വിവരവും അറിഞ്ഞുകൊണ്ടിരിക്കണം. തപൻ, നിന്റെ വിവരവും അറിഞ്ഞു വെക്കണം. എനിക്കെന്ത് വിവരം? കാണാൻ പോകുന്നുണ്ടോ? ആര് പറഞ്ഞു? നിന്നോട് പറഞ്ഞവൻ തന്നെ. തപൻ, ടൗണിൽ എനിക്ക് വേണ്ടത്ര ആളുകളുണ്ട്. എല്ലാം ക്രമേണ നിനക്കറിയാനാകും. ഭരതനെ നീ ചെന്ന് കാണണം. ഇത് നല്ല അവസരമാണ്. ഈ അവസരം നീ ഉപയോഗിക്ക്. തപൻ ഞെട്ടിപ്പോയി. നീ കാര്യം നടത്തിവാ, പിന്നീടുള്ള കാര്യമെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ ശാന്തമായി ചിന്തിച്ച്, നിന്റെ കൈയല്ലേ പണി ചെയ്യുന്നത്, ചിന്തയ്ക്കെന്തു കാര്യം? അവനെ ഉപദേശിച്ചു നോക്കിയാലോ? എങ്ങനെ? കൊല്ലാൻ തന്നെ എന്തിനു വിചാരിക്കണം? കൂടെ ഉണ്ടായാൽ ജോലി നോക്കി ചെയ്യിക്കരുതേ. വാസ്തവത്തിൽ തപന്റെ മനസ്സിൽ ഭരതൻ വിവേകപൂർവം പെരുമാറിയാൽ എല്ലാം ശരിയാവുമെന്നാണ് വിചാരം. കുട്ടിക്കാലത്ത് ഒന്നിച്ച് പട്ടം പറപ്പിച്ച് കളിച്ചു നടന്ന ഓർമ്മ അലട്ടുകയാണ്. തൻ്റെ ശൈശവത്തെ കൊല ചെയ്യുകയോ? അതെങ്ങനെ? അവൻ നല്ലവനാണ്, വളരെ നല്ലവൻ. എന്താ, ഭയം തോന്നുന്നുണ്ടോ? അവൻ നല്ലവനാണ്, വളരെ നല്ലവൻ. എന്താ, ഭയം തോന്നുന്നുണ്ടോ? ഇല്ലില്ല, ഭയമില്ല. ഭരതനും കൊല ചെയ്യപ്പെടാനായി ധൃതി പിടിച്ചു നടക്കുകയാണ്. പള്ളിപ്പറമ്പിൽ ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. വലിയ വലിയ വൃക്ഷങ്ങൾ, റോഡുണ്ടാക്കാനുള്ള ഏതാനും റോളറുകൾ. ഭരതൻ ഒരു മരത്തിൽ ചാരി നിൽക്കുകയായിരുന്നു. ഭരത, സാല കോങ്സാൽ എന്തിനെൻ്റെ അനുജത്തിയുടെ അടുത്തേക്ക് ചെന്നു? നിനക്ക് താക്കീത് തരാൻ. എന്തിന്? നീ എന്നെ കൊല്ലുമോ? കൊല്ലണമെന്നില്ല, നീ നാട് വിട്ടുപോ. ഭരതൻ കാട്ടുപന്നിയെ പോലെ ചീറ്റുകയാണ്. ഞാനെന്തിന് ഓടിപ്പോകണം? ഞാൻ ഈ ടൗണിലെ ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ ആരുടെയും പണം വാങ്ങി അടിപിടിയും കൊലയും നടത്തിയിട്ടില്ല. നിങ്ങൾ ആൻറ്റി സോഷ്യലായവർ കടന്നുപോവിൻ, ടൗൺ വൃത്തിയാവും. ഞാൻ നിനക്ക് പണം തരാം ഭരത, കുറച്ചു നാളത്തേക്ക് ഇവിടം വിട്ടുപോ. ഞാൻ തന്തയ്ക്ക് പിറക്കാത്തവരുടെ വാക്കുകൾ കേൾക്കില്ല. നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്ന... നിങ്ങൾ ഹരിജനങ്ങളെ കള്ളു കുടിപ്പിക്കുന്നു, ചൂതുകളി പഠിപ്പിക്കുന്നു, പെൺകുട്ടികളുടെ ചാരിത്രം നഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾ കടന്നു പോവിൻ. നീ പറയുന്നത് കേൾക്കാനും ഒരുക്കമില്ലല്ലോ. ഇല്ല, കേട്ടാലും നിങ്ങളുടെ വാക്ക് എന്തിന് കേൾക്കണം? ഞാൻ പോയാൽ കള്ളുഷാപ്പുകൾ പഴയ പോലെ നടത്തിക്കൊണ്ടു പോകാൻ എളുപ്പമാണെന്നാണോ വിചാരം? നീ എന്തിനാണ് എന്നെ വിളിച്ചത്? ഒരു പാഠം പഠിപ്പിക്കാൻ. എന്തു പാഠം? തോട്ടികളുടെ യൂണിയന്റെ രവിദാസിനെ നിന്റെ അച്ഛൻ പഠിപ്പിച്ചതുപോലെ ഭവാനി ബാബുവിനെ പറ്റിയാണ് പറയുന്നത്. നിനക്കിപ്പോൾ അനേകം അച്ഛന്മാരാണുള്ളത്. ഗോപാൽ ബാബു, ഭവാനി ബാബു, ദീനു ബാബു, സ്റ്റേഷനിലെ ബാബു. എനിക്കോ സാല ഒരച്ഛനുമില്ല. ഞാൻ അനാഥൻ. ഭരത, പോ, നിന്റെ അച്ഛൻ്റെ അടുത്ത് പോ. ഇല്ല, നോക്ക്, നീ എൻ്റെ വാക്ക് കേട്ട ശേഷം പോ.